മറ്റൊരു കാര്യം ഡോക്ടർ, ഈ ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ സമ്പർക്ക പട്ടികയുമായി ബന്ധപ്പെട്ടാണ്. ഇന്നിപ്പോൾ അതിൽ ക്ലോസ് കോണ്ടാക്റ്റിലുള്ള ചില ആളുകൾ നെഗറ്റീവായിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നുണ്ട്. അത് ആശ്വാസകരം തന്നെയാണ്. പക്ഷേ ഡോക്ടർ, സാധാരണ നിലയിൽ ഇപ്പോൾ ഒരാൾക്ക് നിപ്പ രോഗബാധ അത് കണ്ടെത്തിയ വൈറസ് ബാധ കണ്ടെത്തുന്നു. പക്ഷേ പിന്നീട് അയാളുടെ സർക്കിളിലേക്ക് ആ പരിശോധനാ ഫലം പോകുന്ന ഘട്ടത്തിൽ ചിലപ്പോൾ അവർക്ക് അതിൻ്റെ സിംറ്റംസ് ലക്ഷണങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതിനു മുൻപേ ആയിരിക്കാം ചിലപ്പോൾ അവരുടെ സ്രവമൊക്കെ പരിശോധിക്കുകയും ആ റിസൾട്ട് നെഗറ്റീവ് ആവുകയും ചെയ്തത്. അപ്പോൾ അതിൽ എത്രമാത്രം ശാസ്ത്രീയമായി ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള റിസൾട്ടുകളെ വിശ്വസിക്കാം എന്നൊരു സംശയം അവിടെ നിൽക്കുന്നുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്, ഇന്നിപ്പോൾ അവിടെ ഉണ്ടായ ചെറിയൊരു വിവാദം, അത് ഈ ക്വാറന്റൈൻ കണ്ടെയ്ൻമെന്റ് സോണുമായി ബന്ധപ്പെട്ടാണ്. ആ മേഖല കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് പോയിട്ടില്ല എന്നുള്ള വിമർശനം വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ സ്വീകരിക്കേണ്ട ജാഗ്രത എങ്ങനെയാണ്? മറ്റൊരു കാര്യം, ഇപ്പോൾ നിപ്പ ഉൾപ്പെടെ എല്ലാം ഒരു നിശ്ചിത കാലയളവിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട് ഇതിനൊപ്പം നമ്മൾ ജീവിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറേണ്ട സമയമായിട്ടുണ്ടോ? അതോ അതിനപ്പുറം ജാഗ്രത വേണ്ട സാഹചര്യം തന്നെ, സ്ഥിതി തന്നെയാണോ ഉള്ളത്? ഓക്കെ, താങ്കളുടെ 3 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, നമ്മൾ ഈ ക്ലോസ് കോണ്ടാക്ട് ടെസ്റ്റ് നെഗറ്റീവായത് ആശ്വാസകരമാണോ എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ആ ടെസ്റ്റ് നടത്തുന്നതിൽ യാതൊരുവിധ ശാസ്ത്രീയ അടിത്തറയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിപ്പയുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രോഗലക്ഷണങ്ങൾ വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ PCR ടെസ്റ്റ് പോസിറ്റീവ് ആവുകയുള്ളൂ. രോഗലക്ഷണം വരുന്നതിൻ്റെ മുമ്പേ ഈ വൈറസ് ഒരാളുടെ ശരീരത്തിലുണ്ടെങ്കിലും നമ്മളൊരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അയാൾക്ക് രോഗം വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന്, ഇന്ന് ഇപ്പോൾ ക്ലോസ് കോണ്ടാക്റ്റായി നമ്മൾ ടെസ്റ്റ് നടത്തി ഇന്ന് സ്രവ പരിശോധന നെഗറ്റീവായ ഒരു രോഗിക്ക് നാളെ രാവിലെ ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ വരികയും ആ സമയത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും PCR പോസിറ്റീവ് ആവുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ക്ലോസ് കോണ്ടാക്ട്സിന് നമ്മൾ ടെസ്റ്റ് നടത്തി നെഗറ്റീവാണ് എന്ന് പറയുന്നതിനകത്ത് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല. നേരെ മറിച്ച് അവർക്ക് രോഗലക്ഷണങ്ങൾ വന്നിട്ടില്ല എന്ന് പറയുന്നതിനാണ് അതിനകത്ത് കൂടുതലായിട്ട് സയൻറ്റിഫിക് ആയിട്ട് പറയാൻ പറ്റുക. രണ്ടാമത് ചോദിച്ചത് കണ്ടെയ്ൻമെൻറ്റ് സോണിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇപ്രാവശ്യം ആകെ ഒറ്റ രോഗിയാണ് വന്നിരിക്കുന്നത്. രോഗിയുടെ സമ്പർക്ക പട്ടികയും വളരെ ലിമിറ്റഡ് ആണ്. ആരിലേക്കും രോഗം വന്നതായിട്ടുള്ള വിവരമില്ല. അതേപോലെ തന്നെ ഈ രോഗി ഒരു പ്രൈമറി കേസ് ആവാനാണ് അല്ലെങ്കിൽ ഇൻഡെക്സ് കേസ് ആവാനാണ് ഇതുവരെ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. അതല്ലെങ്കിൽ നമ്മൾ കോവിഡിൻ്റെ കാലത്തും മുമ്പ് നിപ്പയുടെ കാര്യത്തും ഒക്കെ നമുക്ക് മനസ്സിലായതാണ്, ഈ കണ്ടെയ്ൻമെൻറ്റ് സോൺ എന്നുള്ളത് കൺസെപ്റ്റ് അത് വളരെ ഒരു ശാസ്ത്രീയ അടിത്തറയുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ലിമിറ്റഡ് കേസുകളില്ല. രോഗിയുടെ ഏകദേശം രോഗലക്ഷണങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ രോഗം കണ്ടുപിടിക്കുന്നു. രോഗി ആ രോഗലക്ഷണങ്ങളുള്ള സമയത്ത് വളരെ പരിമിതമായ ആൾക്കാരുമായിട്ട് ഇടപെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഏരിയ നമ്മൾ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കുന്നത് ഒരു സയൻറ്റിഫിക്കലി കറക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ആ കണ്ടെയ്ൻമെൻറ്റ് സോണിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. മറ്റത്, നമ്മൾ വീണ്ടും കേരളത്തിൽ നിപ്പ വരുന്നത് നിങ്ങൾ കാണിച്ച പോലെ എനിക്ക് തോന്നുന്നു 7ാമത്തെ പ്രാവശ്യമല്ല, ഇത് കേരളത്തിൽ 10ാമത്തെ പ്രാവശ്യമാണ് ഇപ്പം നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതിൽ തന്നെ 2 പ്രാവശ്യമാണ് ഒന്നിലധികം കേസുകൾ വന്നിരിക്കുന്നത്. 2018-ലും പിന്നീട് 2023-ലുമാണ് പേരാമ്പ്രയിൽ നിന്ന്, ആദ്യം ചങ്ങരോത്ത് നിന്നും പിന്നീട് മരുതോങ്കര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും 2 ഗ്രൂപ്പുകൾ. ആദ്യത്തേൽ ഏകദേശം ഒരു 19 കേസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് 6 കേസ് വരുന്നു. പിന്നീട് വന്ന കേസുകളൊക്കെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കേസുകളാണ്. അവിടെയൊന്നും തന്നെ വലിയ രീതിയിലുള്ള രോഗവ്യാപനം നടന്നിട്ടുമില്ല. നമ്മളിതിനകത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ വിട്ടുപോകുന്നത് മറ്റൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ മേഖലയിൽ പഠനം നടത്തുന്ന അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഡോക്ടർമാരാണെങ്കിലും വൈറോളജിസ്റ്റുകളാണെങ്കിലും ഒക്കെ തന്നെ ആശങ്കപ്പെടുന്നത് അല്ലെങ്കിൽ അവരെ ആശങ്കയോടെ കൂടെ കാണുന്നത് മറ്റൊരു കാര്യത്തെയാണ്. കാരണം നിപ്പ വൈറസിൻ്റെ ഇപ്പോഴത്തെ ഒരു ജനിതക ഘടന വെച്ചിട്ട് നമുക്കൊക്കെ അറിയുന്ന പോലെ തന്നെ ബംഗ്ലാദേശിലുള്ള ഈ വൈറസിൻ്റെ ബംഗ്ലാദേശി സ്ട്രെയിൻ എന്ന് പറയുന്ന അതിനേക്കാളും ചെറിയൊരു വ്യത്യാസം വന്ന ഒരു ഇന്ത്യൻ ക്ലേഡാണ് നമ്മുടെ ഇന്ത്യയിൽ രോഗം പരത്തുന്നത്. അതിന് വലിയ രീതിയിലേക്കുള്ള ഒരു വ്യാപന ശേഷിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പൊക്കെ കണ്ട പോലെ വളരെ പരിമിതമായ ആൾക്കാരിലേക്ക് മാത്രം രോഗം ഒതുങ്ങി നിന്ന് താനെ തന്നെ ഈ രോഗം നിയന്ത്രണ വിധേയമാകുന്നതാണ് നമ്മൾ കാണാറ്. പക്ഷെ നമ്മളിതിനെ ഭയക്കുന്നത്, ഈ വൈറസിന് ഏത് നിമിഷവും ഒരു ജനിതക വ്യതിയാനം സംഭവിക്കുകയും അതിൻ്റെ വ്യാപനശേഷി ക്രമാതീതമായി കൂടുകയും ഒരു വലിയ രീതിയിലേക്കുള്ള ഒരു ഔട്ട് ബ്രേക്കോ അല്ലെങ്കിൽ ഒരു പാൻഡമിക്കോ ആയിട്ട് ഇത് ഏത് സമയത്തും മാറാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും ഈ രോഗം റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ജനിതക ഘടന നമുക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാനും
അതിലേതെങ്കിലും രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായി പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ NIV പൂനെയിൽ നിന്ന് അത് എല്ലാ പ്രാവശ്യവും ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്നില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ നമുക്കത് കുറച്ചുകൂടെ മുമ്പേ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതേ രീതിയിലേക്കുള്ള ഏതെങ്കിലും ജനിതക വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ജനിതക വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നിപ്പയുടെ വാക്സിനുകൾ, 2 തരത്തിലുള്ള വാക്സിനുകൾ ഓൾറെഡി ലോകത്ത് അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ ട്രയൽസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഒരു ഔട്ട് ബ്രേക്ക് ട്രയൽ എന്ന് പറയും. നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു വ്യാപനം നടക്കുന്ന സമയത്താണ് ഈ വാക്സിൻ്റെ ഒരു ട്രയൽ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിലേക്കുള്ള കേസുകളുടെ എണ്ണം പെട്ടെന്ന് കൂടുന്ന ഒരു സാഹചര്യം നമുക്ക് നേരത്തെ മനസ്സിലാക്കാനും അതേ രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് വാക്സിനുകളോ അല്ലെങ്കിൽ മറ്റ് പ്രതിരോധ രീതികളോ ഉപയോഗിച്ചുകൊണ്ട് ഈ രോഗത്തെ തടഞ്ഞു നിർത്താനും നമുക്ക് സാധിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.